എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെരുന്നാൾ സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള 2 പുഡിംഗ് ആണ് കേട്ടോ. ഈ ഒരു 2 പുഡിങ്ങും ഈസിയാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് സൽക്കാരങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ 2 പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 500 ml, അതായത് ഒരു 1/2 ലിറ്ററോളം പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ പുഡിങ്ങൊക്കെ റെഡിയാക്കുന്ന സമയത്ത് പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. വെള്ളം ചേർക്കാതെ തന്നെ എടുക്കുക. അപ്പോൾ 1/2 ലിറ്റർ അളവിൽ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് എടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊരു 125 ml പാലുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഈ ഒരു കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. ഈ ഒരു 2 എണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഒന്നെങ്കിൽ കോൺഫ്ലോർ ഇതുപോലെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാലിലേക്ക് നമുക്ക് ഈ ഒരു മിക്സും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മിക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. ഇതിലേക്ക് നമ്മൾ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കുന്നില്ലല്ലോ. അപ്പം ഈ ഒരു കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ചെറുതായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിലും കുറച്ചും കൂടി നമുക്കൊന്ന് കുറുകി കിട്ടണം. എന്നാൽ ഓവറായിട്ട് നമ്മൾ കുറുക്കിയെടുക്കുന്ന ഒരു പരിവായി പോവരുത്. അപ്പോൾ ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് കുറുക്കിയിട്ട് എടുക്കണം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു പാകം. ഇതുപോലെ ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡ് ആണ് കേട്ടോ. ബ്രെഡിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു പുഡിങ് ട്രേ അനുസരിച്ചിരിക്കും. എനിക്ക് ടോട്ടൽ ഒരു 6 ബ്രെഡോളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓരോ ബ്രെഡും എടുത്തിട്ട് മുറിഞ്ഞിട്ടുള്ള ഒരു 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ 4ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഇതുപോലെ റോസ് സിറപ്പാണ് കേട്ടോ. റോസ് സിറപ്പ് നമുക്കിപ്പോൾ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത്രയൊന്നും നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് ആവശ്യമില്ല. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒക്കെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. ഇതിൽ കുറച്ച് ഏറെ തന്നെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുന്നുള്ളത് കേട്ടോ. ഇനി ഈ ഒരു പുഡിങ് നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്, ഇതുപോലെ ഗ്ലാസ് ടൈപ്പ് പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു പുഡിങ് ട്രേ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് റോസ് സിറപ്പ് എടുത്തിട്ട് സൈഡിലേക്കൊക്കെ ആയിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വളരെ കുറച്ച് മാത്രം ആ ഒരു കോൺഫ്ലോറിൻ്റെ പാലിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഗ്യാപ്പില്ലാതെ നേരത്തെ നമുക്കൊരു ബ്രെഡ് ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുമ്പോൾ പാലിലൊന്നും സോക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു പുഡിങ് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു പാലിൻ്റെ റോസ് സിറപ്പിൻ്റെ ഒക്കെ ഒരു മിക്സ് നന്നായിട്ട് അതിൽ കുതിർന്ന് വന്നോളൂ കേട്ടോ. ഇനി അഥവാ ബ്രെഡിന് പകരം നിങ്ങൾ റസ്ക് ഒക്കെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ പാലൊന്ന് ചൂടാക്കി അതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം വേണമെങ്കിൽ വെച്ച് കൊടുത്ത് കുറച്ചും കൂടി നന്നായിരിക്കും. ആ പൊട്ടും തന്നെ ഗ്യാപ്പില്ലാതെ ഇതുപോലെ ബ്രെഡ് ഒന്ന് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇതുപോലെ റോസ് സിറപ്പ് ഒന്ന് ഇതുപോലെ ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു കോൺഫ്ലോറിൻ്റെ പാലിലേക്ക് ഒരു മിക്സ് ഇല്ലേ, അതിൻ്റെ പകുതി നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പകുതി നമ്മൾ മാറ്റി വെക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ തേങ്ങയാണ്. ഫ്രഷ് ആയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത ഒരു കോക്കനട്ട് അല്ല, ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ നമുക്ക് ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു ലെയർ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ബ്രെഡ് ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1-1/2 ടേബിൾ സ്പൂണോളം ആ ഒരു റോസ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ചുറ്റിച്ച്. പിന്നെ ബാക്കിയുള്ള ഒരു കോൺഫ്ലോറിൻ്റെ പാലിൻ്റെ ഒരു മിക്സ് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
ഫുള്ളായിട്ട് തന്നെ ഒരു കോൺഫ്ലോറിൻ്റെ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്കും കൂടെ ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മളൊരു പുഡിങ് കഴിക്കുന്ന സമയത്ത് കിട്ടുമ്പോൾ. അപ്പം ഈ ഒരു പുഡിങ് ഇത്രയും മാത്രമായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ലെയറായിട്ട് ക്രീമും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ല തണുപ്പുള്ള ഒരു 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ പറയുന്ന കപ്പിൻ്റെ അളവ് 250 ml കപ്പാണ്. അതിൽ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാമെന്നാണ് കേട്ടോ ഈ ഒരു ക്രീം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിന് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇനി നിങ്ങൾ എടുക്കുന്നത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചിട്ട് നമ്മുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ക്രീം ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ക്രീം ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ലെയറായിട്ട് ഇതിൽ നമുക്ക് ഫുള്ളായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ, ക്രീം നന്നായിട്ട് തന്നെ ഞാനൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം, നന്നായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ആണ് കേട്ടോ വെക്കുന്നത്. ഇനി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം ആ ഒരു റോസ് സിറപ്പ് കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാടൊക്കെ കുഴഞ്ഞ ഒരു പരുവത്തിലിരിക്കരുത്. ഇതുണ്ടല്ലോ, ഈ ഒരു പാകത്തിന് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു ക്രീമൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ കത്തി കൊണ്ട് ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു വര ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല, നമ്മളൊരു റോസ് സിറപ്പായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഒരു വര ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്യാപ്പിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ പിസ്തയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർനൈറ്റ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു പുഡിങ് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു പുഡിങ് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊണ്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു റോസ് സിറപ്പിൻ്റെ ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു മിൽക്ക് ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു റോസ് സിറപ്പിൻ്റെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ഒരു പാലിൻ്റെയും പിന്നെ നമ്മളിതിലേക്ക് ബ്രെഡും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു ക്രീമും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പുഡിങ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു പുഡിങ് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു പുഡിങ് ആണ്. അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡ് ആണ് കേട്ടോ. ബ്രെഡിൻ്റെ എണ്ണം നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ചിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ബ്രെഡിന്റെ മുറിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ പാത്രങ്ങളാണ് കേട്ടോ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. നമുക്കിപ്പോൾ എന്തെങ്കിലും സൽക്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങൾ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇതുപോലെ അലുമിനിയം ഫോയിലിന്റെ ചെറിയ പാത്രമില്ലേ, ആ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു 2 പാത്രത്തിലൊക്കെ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഓരോ പാത്രത്തിലും ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ ഒരു ലെയർ ആയിട്ട് ഇതുപോലെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ എല്ലാ പാത്രത്തിലും തന്നെ ആ ഒരു ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഇതുപോലുള്ള പുഡിങ്ങുകളൊക്കെ ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് പാലിൽ വെള്ളം ചേർക്കാതെ ഇരിക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. നല്ല ഫുൾ ഫാറ്റ് പാല് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 1 ലിറ്റർ അളവിൽ പാലാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. നന്നായി പാല് ചൂടായിട്ട് വരുന്ന സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഈ ഒരു പുഡിങ്ങിന് മധുരം വേണോ അതിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ ഒരു പാല് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. നന്നായി ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ കടകളിൽ നിന്ന്
കാരമൽ പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഈ ഒരു 2 പാക്കറ്റാണ് കേട്ടോ. കാരമൽ പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതുപോലെ ഈ ഒരു പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു കാരമൽ പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു പാക്കറ്റ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെ 2 പാക്കറ്റാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഈ ഒരു പാക്കറ്റ് നമ്മൾ ഇതുപോലെ തുറന്ന് നോക്കുമ്പോൾ ഇതിലൊരു പൗഡറും കാണും, പിന്നെ ഈ ഒരു കാരമലിന്റെ ഒരു സിറപ്പും കാണും. നമുക്ക് ഇതിലേക്ക് ഒരു കാരമൽ സിറപ്പിന്റെ ആവശ്യമില്ല, ഈ ഒരു പൗഡർ മാത്രം മതി. അപ്പോൾ ഈ ഒരു 2 പാക്കറ്റിലും കാരമൽ സിറപ്പ് നമ്മളിങ്ങ് എടുത്ത് മാറ്റാം. ഈ ഒരു പൗഡർ മാത്രം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇത് ഒരു പാക്കറ്റ് 71 ഗ്രാമാണ് കേട്ടോ വരുന്നത്. അതിലൊരു പൗഡർ മാത്രം മതി നമുക്ക്, ആ ഒരു കാരമൽ സിറപ്പ് ആവശ്യമില്ല. അതുപോലെ തന്നെ 1 ലിറ്റർ പാലെടുക്കുന്നതുകൊണ്ടാണ് 2 പാക്കറ്റ് നമുക്ക് ഈ ഒരു പൗഡർ ആവശ്യമായിട്ട് വരുന്നത്. 1/2 ലിറ്റർ ആണെങ്കിൽ ഒരൊറ്റ പാക്കറ്റിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാലിലേക്ക് തന്നെ വേണം നമ്മൾ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു 2 പാക്കറ്റും ഇതുപോലെ പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ഒരു 5 മിനിറ്റോളം ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. ഏകദേശം ഒരു 4-5 മിനിറ്റോളം തന്നെ നമ്മൾ നന്നായിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഒരു 4-5 മിനിറ്റോളം ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 4-5 മിനിറ്റോളം ഇളക്കി ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തിളച്ച് കയറി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ ഒരു ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ആ ഒരു ബ്രെഡ് കുതിരുന്ന ഒരു രീതിയിൽ നമ്മളിതിലേക്ക് ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് പോയാൽ ആ ഒരു പാത്രത്തിൽ ഇരുന്ന് തന്നെ ഇതങ്ങ് സെറ്റ് ആവും. ഇതുപോലെ ആ ഒരു ബ്രെഡ് കുതിരുന്ന രീതിയിൽ എല്ലാത്തിലും തന്നെ ആദ്യം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ലെയർ ആയിട്ട് വീണ്ടും ബ്രെഡ് തന്നെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ബ്രെഡിന്റെ മുകളിലേക്കും ആ ഒരു ബ്രെഡ് ഒന്ന് കുതിരുന്ന ഒരു രീതിയിൽ നമ്മൾ അതിന്റെ മുകളിലേക്ക് ഈ ഒരു മിക്സ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 300 ml ഫ്രഷ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ, ഫ്രഷ് ക്രീമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 300 ml ഫ്രഷ് ക്രീം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രഷ് ക്രീമിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഏകദേശം ഒരു 1/4 കപ്പൊക്കെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു മധുരം നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു പുഡിങ്ങിന് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറു ചൂട് വെള്ളത്തിൽ കുറച്ച് സഫ്രോണ് ഇത് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് സഫ്രോണ് ചെറു ചൂട് വെള്ളത്തിൽ കുറച്ച് സമയം ഇതുപോലെ ഇട്ട് കൊടുത്തതാണ്. ആ ഒരു മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു മധുരം നോക്കുക. മധുരം കുറവാണെങ്കിൽ വീണ്ടും ഇതുപോലെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി. ഇതിന് നമുക്കൊരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഈ ഒരു മിക്സ് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം തണുത്ത് വന്നതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഉറച്ചു വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് വേണം നമ്മൾ ഇതുപോലെ ഈ ഒരു ക്രീം ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാത്തിലും തന്നെ നമ്മൾ ഈ ഒരു ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും തന്നെ ആ ഒരു ക്രീമിന്റെ ഒരു മിക്സും ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ ഒരു മുകൾ ഭാഗം കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ ഈ ഒരു പുഡിങ് കഴിക്കുന്ന സമയത്ത് ഒരു നട്ട്സും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ബദാം തിന്നായിട്ട് കട്ട് ചെയ്തത് ഇതിന്റെ മുകളിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ് വെതറി. അപ്പോൾ ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഫ്രോണിന്റെ ഒരു മിക്സ് വേണമെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുകളിലായിട്ട്. ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് ഇത്ര സമയമൊന്നുമില്ല. നന്നായിട്ട് തണുത്ത് ഇതിന്റെ ഒരു മുകൾ ഭാഗമൊക്കെ ഒന്ന് ഉറച്ചു വന്നതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം തന്നെ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. നന്നായിട്ട് തണുക്കണം കേട്ടോ. നന്നായി തണുത്ത് സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മളിത് സെർവ് ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, അത്രയും നല്ല ക്രീമി ആയിട്ടുള്ള ആ ഒരു ആദ്യത്തെ ഒരു ലെയർ ആണെങ്കിലും നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.